ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100%. ചൂടോ ആവിയോ കിഴിയോ ഒന്നും പിടിക്കണ്ട. ലേശം തൈലം കയ്യിൽ പുരട്ടി വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കൈകാൽ കഴപ്പ്, ഉളുക്ക്, കോച്ച്, വാദം എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇവന് പറ്റുന്ന പണിയുണ്ടല്ലോ, ഈ മരുന്ന് കച്ചവടം. ഈ ഏതെങ്കിലും കവലയിലൊക്കെ പോയി നിന്നിട്ടുണ്ടല്ലോ, മരുന്ന് കച്ചവടത്തിന് പറ്റിയ വോയിസുമാണ്, പറ്റിയ ശരീരവും. വളരെ അൺഫെയർ ആയ ഒരു വിധിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട്. അതിപ്പോ ഗോവിന്ദച്ചാമിയുടെ ഭാര്യയാണെങ്കിലും എന്റെ ചേട്ടൻ പാവ എന്നേ വന്ന് പറയുള്ളൂ. ആ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. അയാളെ മുഖത്ത് നോക്കി കവാന്ന് വിളിക്കാതിരുന്നാണ്. പിന്നെ എനിക്കൊരു ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ട്. എനിക്ക് തിരിച്ചു പോകണം. ജയിലിൽ കിടന്നാ എന്റെ ശമ്പളം കിട്ടില്ല, എന്റെ വീട്ടുകാർക്ക് കഴിക്കാൻ ആഹാരം കിട്ടില്ല. എങ്ങനെ ഇരിക്കണം? എന്റെ അഭിലാഷ ഒരു 10 സെക്കൻഡ് കൊടുക്ക. അഭിലാഷേ ഒരു 10 സെക്കൻഡല്ലേ ചോദിക്കുന്നുള്ളൂ. 10 സെക്കൻഡ്. ഒരു മനസാക്ഷി ഇല്ലേ അഭിലാഷേ? മനസാക്ഷി. ഇതല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? എന്തായാലും ചീഫ് ജസ്റ്റിസ് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താങ്കളെ അനുവദിക്കില്ല. താങ്കൾ ഇനിയിപ്പോ ഏതൊക്കെ അന്താരാഷ്ട്ര ചാനലിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാലും ആരെയും വ്യക്തിഹത്യ നടത്താനുള്ള അനുവാദം ഉണ്ടാകില്ല. എന്റെ സൂചിപ്പിച്ചല്ലോ റോഹിംഗ്യൻ കാര്യമാണ് എന്താണ് പറഞ്ഞത്. ചർച്ചയിൽ എന്തൊക്കെ നടക്കണം, തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. തരത്തില്ല. എന്റെ അഭിലാഷയെ ഒരു വരി പറയട്ടെ. പറയൂ. എന്റെ അഭിലാഷയെ ഒരു വരി പറയട്ടെ. 1-2 വരി പറഞ്ഞോളൂ. എന്റെ അഭിലാഷ ഒരു വരി പറയാനുള്ള അവസരം. കോൺഗ്രസിന്റെ ഒരു MLA പീഡനം നടത്തുന്നു. തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരുത്തനെതിരെ അകത്താകുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഒരാൾ പീഡനം നടത്തുന്നു, കൂട്ടുകാരൻ അകത്തു പോകുന്നു. ഇതൊക്കെ എന്ത് മര്യാദ സംസാരം തിരിച്ചാ